ഇന്നൊരു മാങ്ങാക്കറിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല പച്ച മാങ്ങയാണ്. അപ്പോൾ ഇതൊന്ന് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതിലെ മാങ്ങയിലെ പച്ചത്തൊലിയെല്ലാം നല്ല ഡീപ്പായിട്ട് തന്നെ പച്ചത്തൊലി കളഞ്ഞ് എടുക്കണം. നല്ല പച്ച മാങ്ങയാണ്, ഒരുപാട് പുളിയുള്ള മാങ്ങയല്ല, ഒരു മീഡിയം സൈസ് പുളിയുള്ള ഒരു മാങ്ങയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മാങ്ങ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കാം. അപ്പോൾ ഇതിന്റെ തൊലിയെല്ലാം നന്നായി ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മാങ്ങയെല്ലാം ഈ ഒരു സൈസിൽ ചെത്തി വെക്കണം. ഇത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ്, ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുപാട് പുളിയുള്ള മാങ്ങ ഇതിനു വേണ്ടി ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു മീഡിയം പുളി. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മുളക് പൊടി, പിന്നെ വേണ്ടത് കുറച്ച് വിനാഗിരി, ഒരു ടീസ്പൂൺ വിനാഗിരി മതിയാവും. അപ്പം അത്രയും ചേർത്തിട്ട് ഈ മാങ്ങ കഷ്ണങ്ങളിലെല്ലാം നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. ഇത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും ഒക്കെ നന്നാക്കി എടുക്കാം. അതുപോലെ തന്നെ തേങ്ങാപ്പാലും എടുക്കണം. ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാല് കുറച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 പാല് ആയിട്ട്, അധികം കട്ടിപ്പാല് വേണ്ട, ഒരുവിധം ഒരു ലൂസായിട്ടുള്ള ഒരു തേങ്ങാപ്പാലും എടുക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. മാങ്ങാക്കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 10-15 ഉള്ളി, ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ചത്, ഞാനിപ്പോൾ മിക്സിയിലാണ് ചതച്ചത്. അപ്പോൾ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 5 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ മുളക് എരിവ് കൂടിയ മുളകാണ്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളകിൻ്റെ എല്ലാം അളവ് തീരുമാനിക്കാം. അപ്പോൾ മുളക് ഞാൻ 2ആക്കി കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ ഉപ്പ്, നമ്മൾ ഓൾറെഡി മാങ്ങയിൽ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. പിന്നെ കറിയിലേക്ക് വേണ്ടേ ഉപ്പ് ചേർക്കാം. ഇനി പോരെങ്കിൽ പിന്നീട് ചേർത്താൽ മതി, ഉപ്പൊന്നും കൂടി പോരുത്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി. നമ്മൾ സാധാരണ മീൻ മുളക് കറി വെക്കില്ലേ, അതേപോലെ പകരം തേങ്ങാപ്പാൽ ഒഴിക്കുന്നുള്ളൂ. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി വേണം. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ അത്രയും ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്തെങ്കിൽ അങ്ങനെ മതി. എനിക്ക് മുളക് നല്ല എരിവായതുകൊണ്ട് കൈ പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യാത്തത്. ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത്. കുറച്ച് കറിവേപ്പിലയും കൂടി ആവാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഞെരടിയിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട്, ഇപ്പൊ ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല, ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ ഇത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലില്ലേ, നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് തേങ്ങാപ്പാലുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്, തേങ്ങാപ്പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള തേങ്ങ വേണം കേട്ടോ ഇതിന് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇത് ഏകദേശം ഒക്കെ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കാൻ മറക്കരുത്, തേങ്ങാപ്പാലായതുകൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാങ്ങാ കഷ്ണങ്ങളില്ലേ, അത് ചെന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഭയങ്കര എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട്. മാങ്ങയില് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനൊരു കഷ്ണം എടുത്ത് വായിൽ വെച്ച് നോക്കി. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ചട്ടി അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് പാത്രം അടച്ചു വെക്കാം. ഇത് ഒരുപാട് കുറുകി ഒരുപാട് വെന്തൊന്നും വരണ്ട. അതായത് ചെറുതായിട്ടൊന്ന് വെന്താ മതി. അതായത് വെന്ത് ഉടയണ്ട, നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ അതൊരു 5 മുതൽ ഒരു 7 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചാൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ. മാങ്ങയല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഏകദേശം തിളച്ചു വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട്, ഒന്ന് കുറുകി വരാനുണ്ട്. അപ്പോൾ ഒന്നുകൂടി പാത്രം അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളെല്ലാം ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. ഒരു കഷ്ണം എടുത്തൊന്ന് നോക്കാം. ഇത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി, അധികം വെന്തുടയൊന്നും വേണ്ട. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉള്ളി താളിച്ചൊഴിക്കാം. അപ്പോൾ ഉള്ളി താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് താളിക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഉള്ളി ഒന്ന് മൂത്ത് വന്ന ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് നമ്മുടെ കറുവാപ്പട്ട പൊടിച്ചതില്ലേ, പട്ട പൊടിച്ചത്, അത് ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും ഒരു പെരിഞ്ജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ഞാനിത് ഓൾറെഡി ചേർത്തു. അപ്പോൾ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയത് കൊണ്ടാണ്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം, മാങ്ങാക്കറിയിൽ. ഈ കറി ചോറിൻ്റെ കൂടെ എല്ലാം നല്ല ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ മാങ്ങാക്കറി. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് കണ്ടുമുട്ടാം. താങ്ക്